നമുക്ക് നോക്കാം. അച്ഛൻ കേസ് കൊടുക്കുന്ന കേസ് കൊടുക്ക്, സ്റ്റേറ്റ് ഗവൺമെന്റിനെതിരെ കേസ് കൊടുക്കുവോ, അവരുടെ യാത്ര തടയുവോ മുടക്കുവോ? ഇപ്പൊ അവരുടെ യാത്ര തടഞ്ഞാലും കാതോലിക്കായി വാഴിക്കാൻ പാത്രിക്കീസ് ബാവ തീരുമാനിച്ചെങ്കിൽ ഇതിനു മുമ്പ് 80 പേരെ മഫ്രിയാനമാരായിട്ട് വാഴിച്ചിട്ടുള്ള പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനം 81ാമനായി ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ വാഴിക്കും. അച്ഛനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ആ ചടങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കും, പിന്നെ മൗനമായിട്ടിരിക്കുക. അതിനേക്കാൾ ഉചിതവും ഉന്നതവുമായ ഒരു മാർഗമുണ്ട്. നിങ്ങൾ ടിക്കറ്റ് എടുത്ത് ലബാനോനിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഈ ചടങ്ങിൽ കാരണം മാർത്തോമാ സഭയുടെ അധ്യക്ഷൻ പോയി, പിന്നെ സഫ്രഗ മെത്രാപ്പൊലീത്ത പോയി പങ്കെടുക്കുന്നുണ്ട്. മലങ്കര റീത്ത് സഭയുടെ അധ്യക്ഷൻ കർദിനാൾ ക്ലീമീസ് ബാവ പോകുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ട്. കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ പോകുന്നുണ്ട്. എത്രയോ സഭക്കാരവിടെ ചെല്ലുന്നുണ്ട്, എത്രയോ പേർ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങൾ മാത്രം എന്തിനാ മാറി നിൽക്കുന്നത്? നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക്, സഭകളുടെ കൂട്ടായ്മകളിലേക്കൊക്കെ ഒന്ന് പ്രവേശിക്കുക. ഈ സഹോദരി സഭകളെല്ലാം ഒരുമിച്ച് വരുന്ന ആ സന്ദർഭത്തിൽ നിങ്ങളും പോവും. നിങ്ങൾ പങ്കെടുത്ത് കൈ കൊടുത്ത് സമാധാനപരമായിട്ട്, ലോത്തും അബ്രഹാമും വഴിപിരിഞ്ഞില്ലേ സമാധാനപരമായിട്ട്? നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയോട് പറയണം, ശാലോ സമാധാനം അങ്ങേക്കുണ്ടാകട്ടെ, അങ്ങയുടെ കീഴിലുള്ള അജഗണത്തെ അങ്ങ് നയിച്ചാലും അങ്ങ് മേയിച്ചാലും അവരുടെ പള്ളികളും സ്വത്തുക്കളും ഒക്കെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും സഹവർത്തിത്വത്തോടെ, സൗഹാർദ്ദത്തോടെ, സാഹോദര്യത്തോടെ നമുക്ക് മലങ്കരയിൽ വാഴാം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പോയി സമാധാനം, നിങ്ങൾ വലിയ സമാധാനത്തിന്റെ ദീപസ്തംഭങ്ങൾ എന്നൊക്കെ അവകാശപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ അത് ഇപ്പോഴാണ് കാണിക്കേണ്ടത്. ദിസ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ്. ഇതാണ് നിങ്ങളുടെ അവസാനത്തെ അവസരം. നിങ്ങൾ ചെന്ന് ആ ചടങ്ങിൽ സംബന്ധിച്ച് അവിടെ കൈകസ്തൂരി കൊടുത്ത് സമാധാനം പ്രാപിച്ച് രമ്യതപ്പെട്ട് ഭാവിയിലേക്ക് വരും തലമുറയ്ക്ക് ഒരു മാതൃകയായി. ഏതായാലും കേരളത്തിൽ യാക്കോബക്കാർ ഇനി സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളം നിങ്ങളോട് കൂടുന്നില്ല, നിങ്ങളോട് യോജിക്കുന്നില്ല എന്ന് ഉറപ്പാണ്. കാരണം കഴിഞ്ഞ 8 വർഷമായി സകല സമാധാന പരിശ്രമങ്ങളോടും നിങ്ങൾ പൃഷ്ഠം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. സകല സമാധാന ദൂതുവാഹികളുടെ മുമ്പിൽ നിങ്ങളുടെ കവാടങ്ങൾ അവരുടെ മുഖത്തിന് നേരെ കൊട്ടിയടക്കുകയായിരുന്നു. സകല അനുരഞ്ജന ശ്രമങ്ങളെയും നിങ്ങൾ അട്ടിമറിക്കുകയും അനുരഞ്ജന ദൂതുവാഹികളെ അവഹേളിച്ചും പരിഹസിച്ചും നിന്ദിച്ചും മടക്കി അയക്കുകയുമായി ഇത് ചെയ്തത്. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഇനി അത്തരത്തിലുള്ള ഒരു നന്മയും ആരും പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ്: ലെറ്റ് us coexist peacefully. നിങ്ങളുടെ കൂട്ടത്തിൽ ഇനിയെങ്കിലും ബുദ്ധിയുള്ളവരുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ കേസിന് പോകാതെ സംസ്ഥാന ഗവൺമെന്റിനെതിരെയും ഇതിനെതിരെ വീണ്ടും നിങ്ങൾ കേസും കൂട്ടവുമായിട്ട് ഇറങ്ങാതെ നിങ്ങൾ തീരുമാനിക്കൂ. നിങ്ങൾക്കിപ്പോൾ ഉള്ള പള്ളികളും കോളേജുകളും സ്ഥാപനങ്ങളും ആശുപത്രികളും വ്യഭിചാരികളാണെങ്കിലും ബലാത്സംഗികളാണെങ്കിലും കുറച്ച് അച്ഛന്മാരും ഒക്കെ ഉണ്ടല്ലോ, അവരെല്ലാം കൂടെ കൂട്ടി നിങ്ങൾ ചേർത്ത് നിർത്തി നിങ്ങൾ സമാധാനത്തോടെ കോഎക്സിസ്റ്റ് ചെയ്യാൻ പഠിക്കൂ. ഇതര സഭാ സമൂഹങ്ങളുമായിട്ട് സമാധാനം ഉണ്ടാകട്ടെ, ഒരുമിച്ച് വസിക്കുവാൻ, കോഎക്സിസ്റ്റ് ചെയ്യുവാൻ പ്രാക്ടീസ് കോഎക്സിസ്റ്റ്. ഹൗ ടു കോഎക്സിസ്റ്റ് പീസ്ഫുള്ളി, എങ്ങനെയാണ് സമാധാനപരമായി സഹവർത്തിത്വം ഉണ്ടാകുവാൻ കഴിയുന്നതെന്ന് പഠിച്ചിട്ട് മലങ്കരയിൽ സമാധാനത്തോടെ സഹകരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ടൈം വിൽ ഹീൽ ഓൾ വൂണ്ട്സ്. കാലം ഉണക്കാത്ത മുറിവുകളില്ല. അപ്പൊ കാലം എല്ലാ മുറിവുകളെയും ഉണക്കും. ടൈം ഈസ് ദ ബെസ്റ്റ് ഹീലർ. നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. അതിന് പകരം നിങ്ങൾ വീണ്ടും പഴയ മുറിവുകളിൽ മാന്തി ചില മുറിവുകളിൽ മുളക് തേച്ച് വീണ്ടും രംഗം വഷളാക്കാൻ ശ്രമിക്കുന്ന കുൽസിത ഇട്ടഞ്ചേരി അർദ്ധമെത്രാന്റെയും ദിയസ്കോറോസ് മെത്രാച്ചന്റെയും ആമയച്ചന്റെയും ഒക്കെ ഈ പത്രസമ്മേളനം അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും കേരളത്തിലെ ജനങ്ങളെ, അവരുടെ സാമാന്യ ബോധത്തെ, അവരുടെ ഓർമ്മശക്തിയെ പരിഹസിക്കുന്നതുമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്.